മോള് വീഡിയോ പിടിക്കാണ്. ശ്രീകൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. രാവിലെ നല്ല പണിയാ, അപ്പോഴാ മോള് ക്യാമറയായിട്ട് വന്നത്. ദേ അപ്പം ചുടുക, ഉണ്ടോ അപ്പം. പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടേ, അപ്പോൾ രാവിലെ അപ്പം ചായ ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം. രാവിലെ നല്ല ജോലിയാണ്, രണ്ടുപേരെ സ്കൂളിൽ വിടണ്ടേ. അപ്പാണ് പിന്നെ കിഴങ്ങ്, ഉരുളക്കിഴങ്ങും സവോളയും നമുക്ക് തേങ്ങ വറുത്തരച്ച് കറി വെക്കാം. കാണിക്കാട്ടോ, ചെറിയ വീഡിയോ അല്ല, നമുക്ക് ചെറിയ വീഡിയോ ഒക്കെ മതി. ഇതേ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ചോറ് കൊണ്ടാണുള്ള ബീൻസ് ഉപ്പേരിയാണ്, ഉപ്പേരി. പിന്നെ തൈരുണ്ട് കൂട്ടി. ഇപ്പോൾ രാവിലെ ആയിക്കൊണ്ട് തിരക്കാം, അതുകൊണ്ട് ചായ കുടിക്കാൻ നേരത്ത് കാണിക്കാം. എല്ലാവരും വരണം കേട്ടോ. നമ്മുടെ അപ്പമൊക്കെ റെഡിയായി, ചായ കുടിക്കാൻ പാ എല്ലാവരും പോ. നമ്മുടെ അപ്പമാണത്, നല്ല അപ്പമല്ലേ, നൈസായി അപ്പം. രാജസ്ഥാൻ വരെയും കാണാം ഇതിൻ്റെ ഓട്ടയുണ്ട്. കിഴങ്ങേറി, സൂപ്പർ കിഴങ്ങേറിയല്ലേ. ഒഴിച്ച് വറുത്തരച്ച് വെച്ച ഒത്തിരി കൂട്ടില്ല. കട്ടൻ ചായ, കട്ടൻ ചായ എനിക്കിഷ്ടം. പാൽ ചായ കുടിച്ചാൽ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് വല്ലപ്പോഴേക്കൊക്കെ പാൽ ചായ കുടിക്കുള്ളൂ, പാൽ ചായ അങ്ങനെ കുടിക്കാറില്ല. പിന്നെ പിള്ളേർക്കൊക്കെ നേർക്കിട്ടായും മേടിക്കാറില്ല. അപ്പോൾ നമുക്ക് അപ്പം ഒരു കിഴങ്ങേറിയും ചാറും ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എല്ലാവരും സ്നേഹത്തോടി വാ, ആ മക്കളെ വാ, ഞാനും കഴിക്കട്ടെ. സൂപ്പർ. ഇങ്ങനെ കൊച്ചു കൊച്ചു വീഡിയോ ഒക്കെ ഇടും. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഞാൻ ഇടാം. എൻ്റെ ഫോൺ കംപ്ലൈൻറ്റാണ്, ഡിസ്പ്ലേ പോയിട്ട് നന്നാക്കിയത്. അപ്പോൾ അതിനകത്ത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സൗണ്ടൊന്നും ക്ലിയർ ആവുന്നില്ല. ഇപ്പോൾ ഫോൺ മേടിക്കാനുള്ള സാമ്പത്തികമല്ല, ഞങ്ങൾ വാടകയ്ക്കല്ല കിടക്കുന്നത്. 30 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് ഇടുന്ന ഒരേ വീടുകൾ സർക്കസ് സർക്കണമായിരിക്കും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതിലൊന്നും വിഷമമില്ല, വാടകയ്ക്ക് എടുക്കണതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മളൊക്കെ എത്രയോ നരയിച്ച് ജീവിക്കുന്നു. പിന്നെ എല്ലാം ഉണ്ടായിട്ട് നിമിഷ നേരം കൊണ്ട്, കണ്ണ് തുറക്കുന്ന നേരം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ മഹാഭാവങ്ങളില്ലേ നമ്മുടെ വയനാട്. അതൊക്കെ എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ദൈവം സഹായിക്കട്ടെ, എന്ത് സഹായം ചെയ്യണമെന്നുണ്ട് മനസ്സിൽ ആഗ്രഹമുണ്ട്. ഇപ്പം എനിക്ക് ഒന്നുമില്ല, ഞാൻ ഏകനാണ്. അപ്പോൾ അവർക്ക് സഹായിക്കാനുള്ള ദൈവം എനിക്കൊരു വഴി തരട്ടെ. അതുകൊണ്ട് വാടക കിടക്കണതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. 30 വർഷമായി ഞാൻ കിടക്കണം. പിന്നെ നെല്ലിക്കുഴിയിലാണ്, നെല്ലിക്കുഴിയെ കോമ്പൗണ്ട് വിട്ട് എങ്ങോട്ടും ഞാൻ പോയി വാടകയ്ക്കായിട്ട് കിടന്നിട്ടില്ല. ദൂരെ പോയാലും വീണ്ടും നെല്ലിക്കുഴിക്ക് തന്നെ വരും. കാരണം നെല്ലിക്കുഴിയിലെ ജനങ്ങൾ മറ്റുള്ള രാജ്യത്തുമാർക്ക് ആണോയെന്ന് എനിക്കറിയില്ല, നല്ല സഹകരണമാണ്. മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ, ഞാൻ ഹിന്ദുവാണ്. എന്നാലും എന്നെ അവർക്കിടെ കുടുംബക്കാർക്കിടെ ഒരു അംഗത്വമായിരിക്കും എന്നെ കണ്ടിരിക്കുന്നത്. എല്ലാവർക്കും, എന്നെ അറിയാവുന്ന എല്ലാ മുസ്ലിങ്ങളും എനിക്ക് സഹായം മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഈ നെല്ലിക്കുഴി വിട്ട് വേറെ ഒരു നാട്ടിൽ പോയി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ തന്നെ ചുറ്റിമാറി 30 വർഷമായി കിടക്കണം. വാടകയ്ക്ക് കിടക്കണതിലൊന്നും എനിക്ക് സങ്കടമൊന്നുമില്ല. പിന്നെ എൻ്റെ മക്കൾ, ഒരു മോളുള്ളൂ, മോൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ വാടകയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ അവർക്കൊരു വീട് ഉണ്ടാവുമെന്ന് എൻ്റെ വലിയ ആഗ്രഹം. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അതെനിക്കൊരു കിടപ്പോടുണ്ടായി കിടക്കണം, കണ്ടിട്ട് മരിക്കുന്നു. അത് ദൈവം കൊടുത്താൽ മതിയുള്ളൂ. എനിക്ക് വേറെ ഒരു വീട് സ്വന്തമായിട്ട് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൂലിപ്പണി എടുത്താലും വാടക കൊടുക്കാൻ ആരോഗ്യം ദൈവം തരട്ടെ, അത്ര മാത്രം പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.